ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ കിച്ചണിലേ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കിച്ചണിലെത്തിയത്. ഇന്ന് കുറച്ച് നേരം വൈകിക്കണം എത്തിയപ്പോൾ. കാരണം ഇന്ന് പത്തിരിയൊന്നുമല്ല, നമ്മളെ സീയപ്പാണെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്ന് വെച്ചിനി, അതൊക്കെ നല്ലോണം കഴുകിയിട്ട് അതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇന്ന് സീയപ്പം, അതേപോലെ ബീഫ് തേങ്ങ വറുത്തരച്ചുള്ള കറിയും സമൂസ ഉണ്ടാക്കിയെടുക്കണം. സമൂസ പച്ചക്കറി സമൂസയാണ് കേട്ടോ. നമ്മളെ ബീഫോ അതേപോലെ ചിക്കനോ ഒന്നും ചേർക്കാതെ പച്ചക്കറി മാത്രം വെച്ചങ്ങാണ്ട് ചെയ്തെടുക്കണ സമൂസയാണെന്ന് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ആദ്യം ബീഫ് വേവിക്കാൻ വെക്കുക. പൊടിയൊക്കെ എടുത്തങ്ങാണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് എടുത്തങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. അപ്പം പൊടി വെച്ചങ്ങാണ്ടുണ്ടോ, നമ്മളെ പത്തിരിപ്പൊടി വെച്ചങ്ങാണ്ടാണ് ഞാൻ സീയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് നല്ല ലൂസ് പരുവത്തിലാണല്ലോ മാവ് വേണ്ടത്. അപ്പം അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചാണ്ട് മാവ് നല്ലോണം ലൂസാക്കി മാറ്റുക. ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പച്ചക്കറി സമൂസയാണല്ലോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്യാരറ്റും അതേപോലെ സവാളയും ഉരുളക്കിഴങ്ങും ഇട്ടതൊക്കെ ഇടാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് വേറെയുള്ള പച്ചക്കറിയൊക്കെ ഇടാം. നമ്മളെ കേബേജൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എൻ്റെ അടുത്ത് ഇല്ലേനെ, ഇപ്പോൾ ഉള്ളത് വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഒരു 3 സവാള എടുത്തുകൊണ്ട് ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്ത്. എന്നോട് കുറേ ആൾക്കാർ ഈ ചോപ്പറിനെ കുറിച്ച് ചോദിച്ചു കേട്ടോ. ഇത് ഇലക്ട്രിക്കിൻ്റെ ചോപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്.
ഇതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. നല്ലതാണെന്നൊക്കെ ചോദിച്ചിനി. അടിപൊളിയാണ്. അതേപോലെ ആ മസാല ബോക്സ് ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണേ, അതും എവിടെ നിന്നാന്ന് ചോദിച്ചിനി. അത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതും ഓൺലൈനായിട്ട് കിട്ടും ഇപ്പോൾ. പിന്നെ ഇതൊക്കെ ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ഇതിലേറെ ചെറുതാക്കണം കേട്ടോ. ഇതിൻ്റെത് കുറച്ചൊന്ന് വലുതായി. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ക്യാരറ്റിൻ്റെ വേവന ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ വാട്ടിയെടുക്കുമ്പം പിന്നെ അതിക്ക് നമ്മൾ കിഴങ്ങിടുമ്പം വേറെ വേവയിക്കാരം. അപ്പോൾ ആദ്യം ഒന്ന് തിളപ്പിച്ചങ്ങാണ്ട് അതിൽ ഇട്ടാൽ പാകത്തെ വേവായി കിട്ടും. ഒരുപാട് നേരം വേവാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ മാതിരി തന്നെ കേട്ടോ. അതിൽ വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തേക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുരുമുളക് എരിവിന് കുരുമുളകും പച്ചമുളകും. പിന്നെ നമ്മളെ കയ്യിൽ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേവിച്ചുകൊണ്ട് അങ്ങനെ അതും ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് പിന്നെ വെള്ളത്തിലിട്ട് കുതിരയൊക്കെ വേണ്ട. പിന്നെ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഉള്ളിയും അതേപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം അന്ന് ബീഫും അതേപോലെ ചിക്കനൊന്നും ഇല്ലാത്ത വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ. നമ്മൾ തിളപ്പിച്ചെടുത്ത കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് ഊറ്റിങ്ങാണ്ട് അതും ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് ചെറുതാക്കി കുത്തി ഉടക്കുകയാണ് കേട്ടോ. ഞാൻ നേരെ മറിച്ച് ഒന്നും കൂടി ചെറുതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുത്തു. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ സമൂസൻ്റെ കൂട്ട് റെഡി ആയിട്ടോ. നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം.